ഇടുക്കിയിലെ ചിന്നാർ ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ദുരിതത്തിലായി കൊന്നത്തടി പഞ്ചായത്തിലെ കുടുംബങ്ങൾ. പെൻസ്റ്റോക്കും പവർ ഹൗസും നിർമ്മിക്കുന്നതിന് അനിയന്ത്രിതമായി സ്ഫോടനങ്ങൾ നടത്തുന്നത് ജീവന് ഭീഷണിയെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ദുരിതത്തിന് പോംവഴി ഉണ്ടാക്കാൻ KSEB തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഞങ്ങളുടെ തലയുടെ മുകളിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് മാറിയിട്ട് അവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് പണിയണം, അത്രേ ആഗ്രഹമുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കുന്ന കാര്യത്തിൽ ഭയങ്കര അസ്വസ്ഥതയാണ് ഇപ്പം. കാരണം അതുപോലെ തന്നെയുള്ള വിഷമമാണ്. ഒരു മക്കൾ വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിലൊരു ദിവസം കിടത്താൻ പോലും പറ്റുന്നില്ല, കുഞ്ഞു പിള്ളേരോട് നിൽക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ജീവിക്കണമെന്നുള്ള ആഗ്രഹമില്ല, മരിക്കുന്നതാണ് ഇതിലും ഭേദം. പക്ഷേ വാടകയ്ക്ക് പോകുന്ന കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ല, നടക്കുന്ന കേസല്ല അത്. കാരണം ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 10-200 രൂപ മുടക്കാതെ ഏറ്റവും കുറഞ്ഞത് അടുത്തുനിന്ന് വരാൻ പറ്റിയല്ല. ഈ പറമ്പിൽ വരാതെ ഞങ്ങളുടെ ജീവിതം നടക്കുകയില്ല. തലയ്ക്ക് മുകളിൽ ദുരന്തഭീതിയുമായി എങ്ങനെ സ്വസ്ഥതയോടെ വീട്ടിൽ കിടന്നുറങ്ങുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. KSEBയുടെ ഇടുക്കി ചിന്നാർ ജലവൈദ്യുതി പദ്ധതിക്കായാണ് ചെങ്കുത്തായി പ്രദേശത്ത് പാറഖനനം വലിയ തോതിൽ നടക്കുന്നത്. മുകൾ തട്ടിൽ തുരങ്കം നിർമ്മിച്ച് വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വൈദ്യുതി ഉൽപാദനത്തിന് എത്തിക്കുകയാണ് പദ്ധതി. പ്രദേശത്ത് ഭീതിയോടെ കഴിയുന്നത് 14 കുടുംബങ്ങൾ. ഇങ്ങോട്ട് പൊട്ടി വീഴുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ വരെ ഈ വീടിന് മുറ്റത്തേക്ക് അടുത്ത് വീഴുന്നത്. അപ്പോൾ ഞങ്ങളോട് ചെന്ന് പറഞ്ഞു, അവരോട് പറയാമെന്ന് പറയുന്നതല്ലാതെ വേറെ പ്രയോജനമൊന്നും കാണുന്നില്ല. 3-4 തവണ പറഞ്ഞു, അവർ ലോഡ് കൂട്ടിയിട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിന്റെ മേത്തേക്കും ഓടിന്റെ പുറത്ത് ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് കറക്റ്റ് ഓട് പൊട്ടി അടുക്കളയ്ക്കുള്ളിലേക്ക് വീണു. മേളിൽ മെച്ചുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ മേത്തേക്ക് വീണില്ല. അതും ചെന്ന് പറഞ്ഞു. അന്നേരം അവർ ഞങ്ങൾ ലോഡ് കുറച്ച് പൊട്ടിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ പ്രയോജനമൊന്നുമില്ല. കുറച്ച് നാളത്തേന് പൊട്ടിച്ചു, വീണ്ടും സെയിം രീതി തന്നെ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. പാറപൊട്ടിക്കൽ നടത്തുന്നതോടെ പ്രദേശത്തെ വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ പാറക്കല്ലുകളാണ് വീടിനു മുകളിലും പറമ്പിലുമൊക്കെയായി പതിക്കുന്നത്. ഞങ്ങളിവിടെ ഭയങ്കരമായ ഭീതിയോടെ കഴിയുന്നത്. മുകളിൽ കല്ല് പൊട്ടിക്കുമ്പോൾ മണ്ണെടുക്കുകയും പൈപ്പ് ലൈനിൻ്റെ പണിക്ക് വേണ്ടി കല്ല് പൊട്ടിക്കുകയും അവിടുന്ന് JCBക്ക് കിറ്റാച്ചിക്ക് മണ്ണെടുക്കുകയും ചെയ്യുമ്പോൾ ഞാൻ കൂടെ പേടിച്ച് കല്ല് തെറിച്ച് ഇവിടെ വന്ന് വീഴാറുണ്ട്. കല്ല് സ്ഥിരമായിട്ട് അവിടെ എല്ലാം വലിയ കല്ലുകൾ ഇവിടെ ഇപ്പുറം കിടപ്പുണ്ട്. ഈ പെരയ്ക്ക് മുകളിലും ഷീറ്റിൻ്റെ മുകളിലെല്ലാം കല്ല് വന്ന് ചാടി. ഞാൻ കൂടെ മുകളിൽ മണ്ണ് ഇങ്ങോട്ട് പോരുവാണ്. മഴ പെയ്യുമ്പം ആ വാളിൻ്റെ സൈഡിൽ കൂടെ മൊത്തം മണ്ണ് വന്നിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അവിടെ പേടിച്ചിട്ട് കിടക്കാൻ പറ്റുന്നില്ല. സഹികെട്ട് ഹൈക്കോടതിയിലും മനുഷ്യാവകാശ കമ്മീഷനിലും ജില്ലാ കളക്ടർക്കും പ്രദേശവാസികൾ പരാതിയും കേസുമായുമൊക്കെ നീങ്ങി. മഴക്കാലമെത്തിയാൽ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കണമെന്നാണ് KSEBയുടെ നിർദ്ദേശം. ഇപ്പോഴും ഞങ്ങൾ ഭയപ്പെടുകയാണ് കഴിയുന്നത്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒന്നും പറയണം. മഴക്കാലം ഇപ്പോൾ ഈ പൈപ്പ് ലൈൻ്റെ വർക്ക് എല്ലാം ഇവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് ഇവർ. അതിഞ്ഞത് മഴ കഴിയുമ്പോഴാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുക. കാരണം അവർക്കറിയാതെ മഴയുടെ ടൈമിൽ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്തും എന്ത് സംഭവിക്കാം. ഇത്രയും കുടുംബങ്ങളുണ്ട്, 10-14 കുടുംബങ്ങളുണ്ട് ഇതിൻ്റെ അടിയിൽ. ഇവരത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തു. അവരോളെ സിറ്റിംഗ് നടത്തി, അവർക്കത് ബോധ്യപ്പെട്ടു. ഈ ജൂൺ 11 തീയതി മൂന്നാർ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ട്. KSEBിനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കോഴിക്കോട് NIT കൊണ്ട് ഒരു റിപ്പോർട്ട് അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് സ്ഥലത്തെത്തി വീടുകളുടെ അപകടാവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട്. തുടർന്ന് കോഴിക്കോട് NITയോട് വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ചെങ്കുത്തായ ഒരു സ്ഥലമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഇവർ ഈ മണ്ണും എടുത്ത് പാറയും പൊട്ടിച്ച് കഴിയുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ഉരുള് പൊട്ടി താഴത്തേക്ക് വരാം. അപ്പോൾ ഞങ്ങളിവിടെ ജീവിക്കുന്ന സാധാരണ കർഷകരാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മഴക്കാലത്ത് നിന്നും ഞങ്ങളുടെ പറമ്പിൽ പോലും ഞങ്ങളുടെ സ്ഥലത്ത് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഏത് സമയത്ത് ഇത് ഉരുള് പൊട്ടി താഴത്തേക്ക് വരാം. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് മാന്യമായൊരു നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. വീടിനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പുറമെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ വിണ്ടുകീറി നാശമായി. പല കുടുംബങ്ങൾക്കും വരുമാന മാർഗം തന്നെ നിലച്ച അവസ്ഥയാണ്. അപകടാവസ്ഥയിൽ കഴിയുന്നവരുടെ വീടും സ്ഥലവും KSEB ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. നാടിന്റെ വികസനത്തിനോ പുതിയ പദ്ധതികൾക്കോ ഒന്നും ഈ നാട്ടുകാരെതിരല്ല. അവരുടെ പ്രശ്നം സ്വന്തം ജീവനും സ്വത്തുമാണ്. അതിനായി അവർ മുട്ടാത്ത വാതിലുകളില്ല. കണ്ണു തുറക്കേണ്ടവർ തുറന്നാൽ അത് നീതിയാകും. ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.